പ്രിയപ്പെട്ടവരെ നമസ്കാരം. സുന്ദരൻ ചേട്ടൻ കൊടംപുളിയുടെ മാതളത്തിൽ നിന്നും അതിവിശിഷ്ടമായ ഒരു വിഭവം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് വരെ ഒരു ചാനലിലോ ഒരു യൂട്യൂബിലോ അതുപോലുള്ള ഒരു മീഡിയയിലും വന്നിട്ടില്ലാത്ത ഈ ഒരു ഐറ്റം എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. ഇത് അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു കൊടംപുളിയുടെ ഇതിൽ നിന്ന് മാതളത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. 100% വിജയിച്ചതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണുക. വളരെ പ്രയോജനപ്പെടും. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്രാവശ്യം നമ്മുടെ ഈ കുടംപുളിക്കകത്തൊരു ചെറിയ പരീക്ഷണം നടത്തിയിട്ട് കൂടെ ഇരിക്കുവാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നല്ലപോലെ പഴുത്ത പുളിയുടെ ഈ മാതളം ഉണ്ടല്ലോ, പൊട്ടിക്കുമ്പോഴതിനകത്തുള്ള ഈ മാതളം നല്ല മധുരമാണ്, അത്യാവശ്യം പുളിയും കാര്യങ്ങളുമാണ്. അപ്പം ഞാനൊരു പരീക്ഷണം പോലെ ഈ പ്രാവശ്യം കുറച്ച് വൈൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കൊടംപുളിയുടെ വൈൻ കാണുന്നതും കഴിക്കാൻ പോകുന്നതും. പഴുത്ത് അടന്നു വീഴുന്ന പുളികൾ, നല്ലപോലെ പഴുവായതിനു ശേഷം തന്നെ അടന്നു വീഴുന്ന പുളികളാണ് നമ്മൾ പിറക്കുന്നത്. ഇങ്ങനെയുള്ള പുളികളെല്ലാം പിറക്കിയിട്ട് ആണ് നമ്മളിതിനെ ഇതുപോലെ നമ്മൾ പുളി വീണ്ടും കൊണ്ടുവന്നിട്ടൊരു ബക്കറ്റിനകത്തോട്ട് ഇവരെ നല്ലതുപോലെ മണ്ണും പൊടിയും അഴുക്കും എല്ലാം പോകണം. നല്ല രീതിയിൽ കഴുകിയെടുത്തതിന് ശേഷം ആണ് നമ്മളിതിനെ പൊട്ടിക്കുന്നത്. ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാംസം നല്ലതുപോലെ നമ്മൾ എടുത്തിട്ട് വൃത്തിയുള്ള പാത്രത്തിനകത്ത് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പുറകെയുള്ള പ്രോസസ്സിങ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാം. ഈ പ്രാവശ്യം ഞാൻ കുടംപുളിയുടെ ആ മാതളത്തിൽ നിന്ന് വൈൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനത്തെ ശ്രമം നടത്തിയിട്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ വേണ്ട നമ്മൾ കുടംപുളിയുടെ വൈൻ ആയിരിക്കുകയാണ്. ഒരു 25-26 ദിവസത്തോളം പഴക്കമുള്ളതാണ്. ഇതൊന്നും ഏറെക്കുറെ എഫക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനി നമ്മൾ റെഡിയാക്കി എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ നല്ല പഴുത്ത പുളി, നല്ല ക്വാളിറ്റിയുള്ള പഴുത്ത പുളി മാത്രം എടുക്കുക. അതിൻ്റെ മാതളം എടുത്തിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ഒരു 5 കിലോ മാതളത്തോളം എടുക്കണം. ഈ 5 കിലോ മാതളത്തിൻ്റെ കൂടെ നമ്മൾ നല്ല വെള്ളം, ഒരു 5 ലിറ്റർ വെള്ളം, 5 കിലോ മാതളത്തിൻ്റെ കൂടെ 5 ലിറ്റർ വെള്ളം. അതിനുശേഷം അതുപോലെ തന്നെ 1 കിലോ പഞ്ചസാര. ഇത് മൂന്നും കൂടെ കലക്കിയതിന് ശേഷം നല്ലതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് വെട്ടി തിളപ്പിക്കണം. നല്ല രീതിയിൽ തിളച്ച് അതിന് ശേഷം ഇത് മാറ്റി ഒരു 2 ദിവസത്തോളം മാറ്റി അതിനകത്ത് അതുപോലെ നനങ്ങാതെ 2 ദിവസത്തോളം നമ്മൾ മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം അതേ രീതിയിൽ നല്ലപോലെ ആറി നല്ല രീതിയിൽ അത് ക്ലിയർ ആയിരിക്കും. അപ്പം എന്നിട്ട് അത് നമ്മൾ എടുത്തതിന് ശേഷം അത് ഇതേ രീതിയിലുള്ള ഒരു മൺഭരണിക്കകത്ത്, ചീനഭരണിക്കകത്ത് നമ്മൾ ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ചീനഭരണിക്കകത്തോട്ട് നമ്മൾ മൺഭരണിയിൽ ഒഴിച്ചു വെക്കുമ്പോൾ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഏകദേശം ഒരു നല്ല നമ്മുടെ ഈ കൈക്കകത്ത് കൊള്ളുന്ന രീതിയിൽ നല്ല ഒരു കൈ ഗോതമ്പ് അതിൻ്റെ കൂടെ ഇടണം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഈസ്റ്റ്, അതുപോലെ ഒരു 10 ഏലക്ക, ഒരു 10 ഗ്രാമ്പു, അതുപോലെ തന്നെ കറുവപ്പട്ട ഒരു 4 കഷ്ണം, ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു 4 കഷ്ണം ഇടണം. അതുപോലെ തന്നെ തക്കോലം. ഇത് ഇത്രയും കൂടെ ചെറുതായിട്ടൊന്ന് പൊടിക്കുക, ഒരു പൗഡർ ആക്കരുത്. ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മുടെ ഈ സാധനത്തിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കുക. അതായത് മൂടി വെച്ചതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ക്ലോക്ക് വൈസിൽ നമ്മളിത് ഇളക്കി വേണം. അത് ഇളക്കാൻ ഉപയോഗിക്കുന്നത് വല്ല തടിയുടെ സ്പൂണോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ആ രീതിയിൽ എല്ലാ ദിവസവും ഇതിനെ ഇളക്കി എടുത്ത് ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേന് ഏറെക്കുറെ നമുക്ക് വൈൻ റെഡിയാവും. ഇത് എത്ര സമയം, എത്ര നേരം, എത്ര കാലം ഇത് ഇരിക്കുന്നു അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഈ വൈനിന് എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അത് ഈ വൈനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ കുടംപുളിയിൽ ഞാനിതൊരു പരീക്ഷണം നടത്തി. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 90% വിജയിച്ചായിട്ടാണ് തോന്നുന്നത്. അപ്പം ആ രീതിയിലാണ് നമുക്ക് ഈ കുടംപുളിയുടെ വൈൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ എന്തായാലും രാജേന്ദ്രനോട് ഒരു വന്നതല്ലയോ, അപ്പൊ എൻ്റെ ഒരു കുടംപുളിയുടെ വൈൻ ഒരു സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ശരി, അങ്ങനെ ആവട്ടെ, ചേട്ടന്റെ ആഗ്രഹം പോലെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കൊടംപുളിയുടെ വൈൻ കാണുന്നതും കഴിക്കാൻ പോകുന്നതും. അല്ലേ? ചേട്ടനും ആദ്യമായിട്ട് കുടിക്കുവാണോ? അല്ല, ഞാനും ഇതുവരെ ടേസ്റ്റ് നോക്കിയില്ല.
ഇരിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിതൊന്ന് കുടിച്ച് നോക്കട്ടെ. സൂപ്പർ, അടിപൊളിയായിരിക്കുന്നത് അല്ല? അല്പസ്വല്പങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് ഏറ്റവും നല്ലതാണ്. ഇരിക്കും തോറും ഇതിന്റെ എഫക്ട് കൂടുമെന്ന് പറയുന്നത്. സത്യത്തില് കുടംപുളി എടുക്കുന്ന ഇത് എല്ലാവരും വേസ്റ്റ് ആക്കി കളയുന്ന അഥവാ ഒരു പക്ഷേ ഇത് സക്സസ് ആകുവാണെങ്കിൽ ഞാൻ ഇതൊരു വലിയ അഡിഷൻ പോലെ സംഭവം അടുത്ത പ്രാവശ്യം ഇതിന്റെ ഫുള്ള് മാതളവും ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് എന്റെ മനസ്സിൽ തീരുമാനം. കുടംപുളിക്കുള്ളിൽ നിന്നും വൈൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ്. ഞാനത് കുടിച്ചു, അതാണ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് അല്ലേ. ഇനി ഇത് ഇരിക്കുന്നതിനെ അനുസരിച്ച് ഇതിന്റെ എഫക്ട് കൂടുകയാണ്. അപ്പൊ ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് എനിക്ക്. ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി പ്രഷറ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. അപ്പം ഇത് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കില്ലേ? നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഒരു സാധനം. 100%. അതായത് ഇപ്പൊ കുറച്ച് പുളിയൊക്കെ ഒരു വീട്ടിലല്ല, ഇപ്പൊ എനിക്കെന്ന് പറയാൻ വേണ്ടി 1 ടണ്ണോളം പഴുത്ത പുളി ഉണ്ടാകും. അതാണ് നമ്മൾ 120 കിലോളം ഉണങ്ങിയ പുളി. ഒരുപാട് വേസ്റ്റ് ആക്കി കളഞ്ഞു. ഒരുപാട് 5 കിലോ കുറെ ഇങ്ങനെ പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വിളിച്ചത്, ഇത് ചെയ്ത് നോക്കിയാലോ. അപ്പം അങ്ങനെ അതും ഇത് ഉദരസംബന്ധമായ രോഗങ്ങൾ നല്ലതായിരിക്കാം, നല്ലതാണ്. കാരണം ഉദരസംബന്ധമായിട്ടുള്ള കാര്യത്തിനൊക്കെ നല്ലതാണ്. ഒരു പ്രശ്നമില്ല. അതിനകത്ത് മറ്റൊന്നും ചേരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ചേരുന്നില്ല. കെമിക്കൽ ഐറ്റംസ് യാതൊന്നും ചേരുന്നില്ല. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ. എല്ലാവർക്കും വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടോ ചെയ്താൽ ഏറ്റവും നല്ലത്. ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം ഇച്ചിരി ബൾക്കായിട്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ സുഹൃത്തുക്കൾക്കും, എന്റെ കർഷക സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും വലിയ നമസ്കാരം.